ചിലര് പറ്റിച്ചിട്ടൊക്കെ പോവും, അങ്ങനെ നടക്കാറുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായി, നല്ല മാർക്കോടെ വിജയിച്ചു. എന്റെ അച്ഛന് തലച്ചോറിന്റെ ബാലൻസ് ചെയ്യുമ്പോൾ ചുരുങ്ങി തളർന്നു പോയതാണ്. അതിന്റെ ഒപ്പം തന്നെ ഇപ്പം ഒരു കണ്ണ് അച്ഛന് ഒട്ടും കാണാൻ വയ്യ. കുറച്ച് കാഴ്ച ഉള്ളത് വെച്ചാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാനും കൂടെ ഉള്ളതുകൊണ്ടാണ് അച്ഛന് ഇപ്പോൾ ലോട്ടറി വയ്ക്കാൻ പറ്റുന്നത്. ഞാൻ കൂടെ ഇല്ലെങ്കിൽ അച്ഛന് ചിലപ്പോൾ ചിലര് പറ്റിച്ചിട്ടൊക്കെ പോവും. കടലാസിലുള്ള പരീക്ഷയിൽ മാത്രമല്ല സാറേ 100-100. ജീവിതത്തിലെ പരീക്ഷകളിലും ഈ മോൾക്ക് മാർക്ക് 100 തന്നെ. ആർക്കും വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞ് നമ്മുടെ ചങ്കൊന്ന് പെടയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. മോളെ 100% ഉറപ്പുള്ളൊരു കാര്യമാണ്, നീ ഉയരങ്ങളിലെത്തും. ഈ വീഡിയോ കണ്ട ഞാനും നിങ്ങളും ഒക്കെ ഒരേ സ്വരത്തിൽ മനസ്സിലെങ്കിലും ഒരു സെക്കൻഡ് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. ആ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് ഈ രാജകുമാരി. അതിനിടയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, പറ്റിച്ചു പോകുന്നവരെ പറ്റി ആ കുട്ടി പറയുകയാണ്. ഏത് തന്തയ്ക്ക് മുമ്പുണ്ടായവരാണ് ഇത്രയും പാവപ്പെട്ട ഒരു മനുഷ്യന് ഇത്രയും ഒരു അവസ്ഥയിൽ ആ മോളെയും കൂട്ടി, പഠിക്കാൻ പോകുന്ന മോളെയും കൂട്ടി ആ അന്നത്തിന് വേണ്ടി ഇറങ്ങുന്ന മനുഷ്യന്റെ പറ്റിച്ചുകൊണ്ട് പോകുന്ന. ഒരുപാട് സഹായിക്കാനൊന്നും ചെന്നില്ലെങ്കിലും ഒരൊറ്റ അപേക്ഷയാണ്, പറ്റിക്കാനായിട്ട് നിങ്ങൾ ചെല്ലരുത്, പറ്റിച്ചു പോകാനായിട്ട് ആ വഴി പോകരുത്.